നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് വെള്ളനാട് ദീക്ഷിത എന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സുകാരി ആത്മഹത്യ ചെയ്ത വാർത്ത പുറത്തു വന്നത്. സഹോദരിയുമൊത്ത് കളിക്കുകയായിരുന്ന ദീക്ഷിത പെട്ടെന്ന് പെണ്ണിൻ്റെ പേരിൽ തർക്കമുണ്ടാകുന്നു. സഹോദരിയോട് ആ പെണ്ണ് തനിക്ക് വേണമെന്നാവശ്യപ്പെടുന്നു. ഇതിൻ്റെ പേരിൽ അടിയുണ്ടായി എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പരസ്പരം സംസാരിക്കുകയും വഴക്കാകുകയും ഇതിൻ്റെ പേരിലേക്ക് ഈ കുട്ടി വീട്ടിലേക്ക് വഴക്കിട്ട് പോകുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നതാണ് ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്. അങ്ങനെ അകത്തേക്ക് പോയ ദീക്ഷിതയെ കാണാതായതോടെയാണ് അവിടെ ഉണ്ടായിരുന്ന അപ്പൂപ്പൻ കുട്ടിയെ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പൂപ്പന് കാല് അസുഖമുള്ള ആളായതുകൊണ്ട് തന്നെ മുകളിലേക്കൊന്നും കയറുന്ന പതിവില്ല. അപ്പോൾ ഒരുപാട് നേരം കാത്തിരുന്നിട്ടും കുട്ടി ഇറങ്ങിച്ചെല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിവരം, കുട്ടിയെ കാണുന്നില്ല എന്നുള്ള വിവരം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോടും അതുപോലെ തന്നെ ദീക്ഷിതയുടെ അമ്മയോടൊക്കെ പറയുന്നത്. ഈ ദീക്ഷിതയുടെ അമ്മയും അതുപോലെ തന്നെ അമ്മൂമ്മയും എല്ലാം കഴിഞ്ഞ ദിവസം ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലൊക്കെ പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ നടന്നിരിക്കുന്നത് എന്നതാണ് വിവരം. ഇവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് കുട്ടിയെ കാണാനില്ല എന്ന് പറയുന്നതും കുട്ടിക്കായുള്ള തിരച്ചിൽ നടത്തുന്നതും. വീടിൻ്റെ എല്ലാ ഭാഗത്തും തിരയുന്നതിനിടെയാണ് മുകളിലത്തെ ഭാഗത്ത് മുകളിലുള്ള ഒരു ബാത്റൂമിൽ കുട്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ കതക് ഈ ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ട നിലയിലായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ബാത്റൂമിൽ സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന റാക്കിലാണ് കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നതാണ് വിവരം. ഷോൾ ഉപയോഗിച്ചാണ് കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പോഴും 9 വയസ്സുള്ള ഒരു കുട്ടി ആത്മഹത്യയിൽ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. പലർക്കും അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. മറുവശത്ത് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതല്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പോലീസ് അന്വേഷണം തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കുഞ്ഞിനെ ദഹിപ്പിച്ചു. ഇനി റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നാലേ കൂടുതൽ വിവരങ്ങൾ എന്താണ് എന്നത് വ്യക്തമാകുകയുള്ളൂ. ഈ കുട്ടി ദീക്ഷിത അമ്മയോടൊപ്പമാണ് താമസിച്ചു വരുന്നത്. അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞ ഒരു സാഹചര്യമാണ്. ഡിവോഴ്സ്ഡ് ആയിട്ടില്ല. അതിൻ്റെ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്മയോടൊപ്പമാണ് ദീക്ഷിതയും അവരുടെ സഹോദരിയും ഒക്കെ കഴിഞ്ഞു വരുന്നത്. പലതരത്തിലാണ് ഈ ഒരു സംഭവം ആളുകൾ ഏറ്റെടുക്കുന്നത്, അതുപോലെ തന്നെ കുടുംബങ്ങൾ പ്രതികരിക്കുന്നത്. തീർത്തും ഇതൊരു അപകടം തന്നെയാണ് എന്ന് തന്നെയാണ് ദീക്ഷിതയുടെ അമ്മയുടെ കുടുംബക്കാരുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അയൽവാസികളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഇത് കണ്ടവരൊക്കെ പറയുന്നത് കുട്ടി നിലത്ത് നിന്ന് ഒരല്പം പൊന്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കുറ്റി അകത്തു നിന്ന് പൂട്ടിയതായിരുന്നു. തങ്ങളെല്ലാവരും ഓടിച്ചെന്ന സമയത്താണ് ഈ ഡോർ നമ്മൾ അടിച്ച് തുറക്കുന്നത് എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. അതേസമയത്ത് ദീക്ഷിതയുടെ പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ളവർക്ക് സംശയമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായിരുന്നുവെന്നും ഇതിൻ്റെയൊക്കെ പേരിലാകണം കുഞ്ഞിനെ കൊന്നത് എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്താണ് എന്നത് കൂടുതൽ തെളിവുകൾ വ്യക്തമായാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും 9 വയസ്സുകാരിയുടെ ഈ മരണം അത് ദുരൂഹമായി തന്നെ തുടരുകയാണ്. 9 വയസ്സുകാരി ആത്മഹത്യ ചെയ്തു എന്നത് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.